എന്തു പറ്റി മാഡം? എന്താ ഇത്ര സമയമായിട്ട് എന്നെ വിളിക്കാത്തെ? ഗാഥ ഇങ്ങോട്ട് എത്താറായോ? മേഡം എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ കേൾക്കുന്നുണ്ട് മാഡം. ഞാനേ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ ഫോട്ടോ അങ്ങോട്ട് അയക്കാം. ആ നിറത്തിലുള്ള ഒരു ഡ്രസ് ഇട്ടിട്ട് ഗാഥ ഇങ്ങോട്ട് വന്നാ മതി. ഞാനേ ആരും കാണാതെ പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിക്കോളാം. കൃഷ്ണ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഈ ഒരു ദിവസം എങ്ങനെയെങ്കിലും നീ അവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. ഓ, എന്താ മേഡം ഈ പറയുന്നേ? ഈ രാത്രി എനിക്ക് ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മേഡം എന്താ എന്നിട്ട് തമാശ കളിക്കാണോ? ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇന്നൊരു ദിവസം നീ അവിടെ നിന്നേ പറ്റൂ. നാളെ രാവിലെ വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. എന്നെ കൊണ്ട് പറ്റില്ല. ഈ നിമിഷം ഞാനിവിടെ ഇറങ്ങും. ഏതോ ഒരാളിന്റെ കഴുത്തിൽ താലി കെട്ടി ഇനി അയാളുടെ മണിയറയിലേക്ക് കൂടി ഞാൻ പോണോ? ഞാൻ പറഞ്ഞ അനുസരിച്ചാ മതി. മാഡത്തിന്റെ ഭീഷണിയൊന്നും എന്നോട് വേണ്ട. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് അനുസരിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതലൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. എങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം ഇങ്ങ് തന്നേക്ക്. പറ്റൂ നിനക്ക്? ഇതെന്ത് ന്യായ മാഡം? പണം തന്നപ്പോ എന്നോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തില്ലേ? ഓ, അങ്ങനൊരു ഭീഷണി ഉണ്ടോ നിന്റെ കയ്യില്? എങ്കിൽ പിന്നെ ആ പണം കൊണ്ട് നീ സുഖപ്പെടുത്തിയ നിന്റെ അമ്മയുണ്ടല്ലോ, അവരെ ഞാനൊന്ന് കാണട്ടെ. എന്താ വേണോ? അങ്ങനെ എനിക്ക് പോവേണ്ടി വന്നാ പിന്നെ നീ അങ്ങോട്ട് ചെല്ലുന്നതേ ചലനമില്ലാതെ കിടക്കുന്ന നിന്റെ അമ്മയെ കാണാനിട്ടായിരിക്കും. എന്താ മേഡം ഇത്? എന്നോട് എന്തെങ്കിലും പകയുണ്ടോ മേഡത്തിന്? അല്ലെങ്കിൽ എന്നെ എന്തിനെങ്കിലും ദ്രോഹിക്കുന്ന? തൽക്കാലം ഞാൻ പറയുന്നൊന്ന് കേക്കൂ. അത് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് നാളെ രാവിലെ വരെ സമയം വേണം. അതുവരെ നീ അവിടെ നിന്നേ പറ്റൂ. ഇന്നത്തെ രാത്രി നിന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞതേ നവീന്റെ മണിയറയിലും നവീന്റെ ഒപ്പം ഉറങ്ങാനല്ല. നവീന്റെ ബെഡ്റൂമിൽ പോലും നീ കയറി പോരുത്. എന്തെങ്കിലും പറഞ്ഞിട്ടേ അവിടെ ഒഴിഞ്ഞു മാറിക്കോണം. അയ്യോ, നിങ്ങളിങ്ങനെ അമ്മയും മകളും മാറി മാറി എന്നെ എന്തിനാ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന? എനിക്കൊരാളുടെ മണിയറയും കാണണ്ട, അതിനകത്തേക്ക് കേറാൻ വേണ്ട. ഗാഥ സ്നേഹിച്ച പുരുഷനല്ലേ, ഗാഥയല്ലേ അയാളോടൊപ്പം ജീവിക്കേണ്ടത്. മണിയറയിലേക്ക് ഗാഥയോട് തന്നെ കേറിക്കോളാനല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ അടുത്ത് ശബ്ദം ഉണ്ടാക്കരുത്. മമ്മിയുടെ തീരുമാനം എന്താണോ അതേ നടക്കുള്ളൂ. പിന്നെ നവീന്റെ കാര്യത്തില് മുമ്പ് പറഞ്ഞതുപോലെ തെറ്റ് പറ്റിപ്പോയാൽ പിന്നെ അതും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. മമ്മിക്ക് പകരം നിന്റെ അമ്മയെ കാണാൻ പോകുന്നത് ഞാനായിരിക്കും. മനസ്സിലായോ? മര്യാദയ്ക്ക് എന്താ വേണ്ടെന്ന് വെച്ച് ആലോചിക്കും.